ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BMW-ന്റെ 3 സീരീസിൽ GT എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു പക്ക ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു കാറാണ്. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ഒരു ഫാമിലി ലക്ഷറി ആയിട്ടുള്ളൊരു കാറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയുക മൾട്ടി പർപ്പസ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ വണ്ടിയുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ വണ്ടീനെ ഏറ്റവും കൂടുതൽ സ്പോർട്ടി ആക്കുന്നൊരു എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ പറയുന്ന ഒരു ഫ്രെയിംലെസ്, ഈ കാണുന്ന ഫ്രെയിംലെസ് ആയിട്ടുള്ള ഡോറാണ്. ഇത് ഫ്രണ്ടിൽ മാത്രമല്ല നമുക്ക് ബാക്കിലും വരുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു സ്പോർട്ടി ഫീൽ തരുന്നതിന് ഒരു മെയിൻ കാര്യം ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഡോർ തുറക്കുന്ന സമയത്ത് ഇപ്പോൾ അടഞ്ഞിട്ട് കണ്ടോ, തുറക്കുന്ന സമയത്ത് നേരെ ഈ ഗ്ലാസ് താഴത്തേക്ക് പോകും, അടക്കുന്ന സമയത്ത് കറക്റ്റ് ഈ ഗ്ലാസ് മുകളിലേക്ക് പോകും. അതാണ് ആ ഡിഫറൻസ് വരുന്നതാണ്. അത് ഒരു സേഫ്റ്റി ഫീച്ചറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ഗ്ലാസ് എനിക്ക് തോന്നുന്നു അത് ക്രാക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കത് കറക്റ്റ് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ വരുന്ന കാര്യം ഇതിൻ്റെ സ്പോയിലറാണ്. ഈ സ്പോയിലർ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കാനും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനും നമുക്ക് ഫീച്ചർ വരുന്നുണ്ട്. അതിനിവിടെ സ്വിച്ച് നമുക്ക് വരുന്നുണ്ട്. ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഈ സ്പോയിലർ പോകുന്നതാണ്. കണ്ടോ, ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇത് ആ ഒരു ടൈമിൽ തന്നെ മോസ്റ്റ് ലക്ഷറി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാറാണ്. ലൈക്ക് സ്പോർട്സ് ആണെങ്കിലും നമുക്കൊരു സ്പോർട്ടി ഫീൽ തരുന്നുണ്ടെങ്കിലും ഇൻറ്റീരിയറിൽ നമുക്ക് പക്കാ ലക്ഷറിയാണ് വണ്ടി വരുന്നത്. അതേപോലെ തന്നെ സ്പേസിലാണെങ്കിൽ അവർ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാരണം സ്പേഷ്യസിനും കൂടെ ഒരു പേര് കേട്ടൊരു മോഡലാണ് ഈ 3 സീരീസിൻ്റെ GT എന്ന് പറയുന്നത്. അകത്തിരിക്കുമ്പോൾ വരുന്ന ഒരു ലക്ഷറി ഫീൽ ഉണ്ടല്ലോ, ആ സ്പേഷ്യസ് ആയിട്ടുള്ള ലക്ഷറി ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളിയാണ് വണ്ടി. ഈ നല്ല പാനോറമിക് സൺറൂഫും വരുന്നുണ്ട്. നമ്മുടെ എഞ്ചിൻ റൂം നമ്മുടെ ബോണറ്റ് തുറക്കുന്നത് ഈ ലിവറിൽ നമ്മൾ 2 പ്രാവശ്യം വലിക്കണം. അതൊരു സേഫ്റ്റി ഫീച്ചറും കൂടിയാണ്. ഈ വണ്ടിയുടെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1995 cc നമുക്ക് 188 bhp വണ്ടിക്ക് വരുന്നത്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 400 Nm വരെയാണ്. പിന്നെ ഇതിൻ്റെ കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് 13 km to 20 km/L ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഇതാണ്. അന്നത്തെ ടൈമിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോഴത്തെ നമ്മുടെ BMW ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിൻ്റെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾസ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. എടുത്തു പറയേണ്ട ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പൺ ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ഉണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും. വേണമെങ്കിൽ, അത് ഒരു അതിശോക്തിയിൽ പറഞ്ഞതാണ്, പക്ഷെ വേണമെങ്കിൽ കിടക്കാം. അതേപോലെ തന്നെ നമുക്കിത് 1 ടാപ്പിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യുന്ന ഫീച്ചറും വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ BMW 3 സീരീസ് GTയുടെ ഫുൾ ഫോമാണ് ഗ്രാൻഡ് ടൂറിസ്മോ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഓൾമോസ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.